നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 361 361. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 8-ാം അധ്യായത്തിലെ 78-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം 78. ആധാരം മഹദാദീനാം പ്രധാനപുരുഷേശ്വരം ബ്രഹ്മധാരയമാണസ്യാത്രയോ ലോകശ്ച ഗംഭീരേ. മഹത്വത്വാദികളുടെ ആശ്രയവും പ്രധാന പുരുഷേശ്വരം, പ്രധാനം എന്ന് പറയപ്പെടുന്ന പ്രകൃതിയുടെയും പുരുഷൻ്റെയും കാരണവുമായ ബ്രഹ്മത്തെ, ഭഗവാൻ ആധാരം ബ്രഹ്മാണ്, മായയ്ക്കും ആധാരം ബ്രഹ്മാണ്. അവിടെയാണ് ധരിച്ചിരിക്കുന്നവനായപ്പോൾ, അതായത് ബ്രഹ്മത്തെ ധരിച്ചിരിക്കുന്നവനായപ്പോൾ 3 ലോകങ്ങളും കമ്പിച്ചു എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് സ്റ്റില്ലായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം കുറച്ച് കടുകട്ടിയാണ്. മഹത്തത്വം, അഹങ്കാരതത്വം എന്നിവയുടെ ആധാരമായും പ്രകൃതി പുരുഷന്മാരുടെയും കാരണമായിരിക്കുന്ന അക്ഷരബ്രഹ്മം ക്ഷയിക്കാത്തത് എന്നർത്ഥം. ഹൃദയത്തിൽ പ്രത്യക്ഷമായിരിക്കുന്നതിനെ, കയ്യിലും കാലിലോ നെറ്റിയിലൊന്നുമല്ല, ഹൃദയത്തിൽ പ്രത്യക്ഷമായിരിക്കുന്നതിനെ ധ്രുവൻ ധരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ജഡചേതന സ്വരൂപങ്ങളായിരിക്കുന്ന 3 ലോകങ്ങളും വിറച്ചുപോയി, പ്രകമ്പനം കൊണ്ടുവന്നർത്ഥം. മൂക്കു തുളച്ച കോർത്തിരിക്കുന്ന കയറിനെ വലിക്കുന്ന സമയം കാളകൾ വണ്ടിക്കാരന് അധീനമായി ഭവിക്കുന്ന മട്ടിൽ. ഇപ്പം കന്നുകൂട്ടാണ്, കാളവണ്ടിയിൽ കാളയെ കെട്ടുകയാണെങ്കിൽ ആ മരത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുകയെന്നാണ് പറയാം. ഈ വള്ളത്തിലിട്ട് മരം എന്നാണ് പറയാം. അതിൽ കയറി നിന്ന് ഭയമില്ലാതെ കൊണ്ട് ഈ കാളയുടെ വേഗത്തിൽ വീഴാണ്ട് നിൽക്കണത് എങ്ങനെ? ഈ 2 കാളകളേക്ക് മൂക്ക് തുളച്ച് കയറിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് വണ്ടി വലിക്കാനും കാളകളെ കെട്ടണത്. അങ്ങനെ ഈ മൂക്ക് തുളച്ച് ആ കയറ് പിടിച്ച് വലിക്കുമ്പോൾ മൂക്ക് വേദനിച്ചിട്ടാണ് കാളകൾ എന്ത് ചെയ്യണത്? പറഞ്ഞത് കേൾക്കണത്. അല്ലെങ്കിൽ തല്ലും കൊള്ളും, ഭാരവും വലിക്കണം, തല്ലും കൊള്ളും വേണം. ഇതേപോലെ മനുഷ്യന്മാർ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അടി, അതായത് വേണ്ടാധീനം ചെയ്താൽ പ്രകൃതി ഒരു കൊട്ടുകൊട്ടും, പിന്നെ എണീക്കാൻ പറ്റില്ല. അപ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ അതിന് ഫലം ഉണ്ടാവും. അല്ലാണ്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൈയടിച്ച് പാട്ട് പാടിയിട്ടൊന്നും ഭഗവാൻ ഇറങ്ങി വരില്ല. അതാണിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഹൃദയത്തിൽ പ്രത്യക്ഷമായിരിക്കുന്നത് എന്നൊക്കെ പറയുണ്ടായി. അപ്പോൾ മൂക്കു തുളച്ച് കോർത്തിരിക്കുന്ന കയറിനെ വലിക്കുന്ന സമയം കാളകൾ വണ്ടിക്ക് അധീനങ്ങളായി ഭവിക്കുന്ന മട്ടിൽ സർവലോകങ്ങളുടെയും ആശ്രയമായിരിക്കുന്ന ബ്രഹ്മത്തെ ഹൃദയാന്തർഭാഗത്തിൽ ധരിച്ചയ്ക്കുവാൻ ധ്രുവന് സാധ്യമായപ്പോൾ ആ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന ലോകവാസികൾ ചലിച്ചു. സർവാധാരമായിരിക്കുന്ന സമഷ്ടിപ്രാണൻ വ്യഷ്ടിപ്രാണനിൽ കൂടെ ധ്രുവന് അധീനമായപ്പോൾ സർവരുടെയും പ്രാണന് നിരോധം ഭവിച്ചു. സമഷ്ടിപ്രാണൻ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് അക്ഷരബ്രഹ്മം അല്ലെങ്കിൽ സൂത്രാത്മാവ്. അത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രൊവിഷനാണ്.
എന്ന് പറയപ്പെടുന്നത്. അതിനെ സ്വാധീനപ്പെടുത്തുവാൻ ആർക്ക് കഴിയുന്നുവോ 3 ലോകവും അവന് അധീനം എന്നുള്ള യോഗരഹസ്യത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പം 5 വയസ്സായ കുട്ടിക്ക് ഈ ഭൂമിയിലുള്ള ചരാചരങ്ങളെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? കുറച്ച് ജാസ്തി വായിച്ചാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഇയാളെന്നെ ആരാ വിളിച്ചു കൊടുക്കുന്നുണ്ടെന്ന് ചോദിക്കും. പറഞ്ഞ പക്ഷേ ബഹുമാനിക്കാനല്ല, അവിടെയാണ് പ്രശ്നം. ഇനി 79, 80 രണ്ടും ഇപ്പോൾ കാണത്തക്ക വിധത്തിലുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് 4 ശ്ലോകം, 4 വരി ശ്ലോകം. യദൈകപാദേന സ പാർത്ഥിവാർഭക സ്തധൂതദംഗുഷ്ടനിപീഡിതാമഹീ നനാമ തത്രാർദ്ധമിവേന്ദ്രധിഷ്ഠിത തരീവ സവ്യേ തരത പദേ പദേ. ആ രാജകുമാരൻ ഒരു കാൽ കൊണ്ട് എപ്പോൾ സ്ഥിതി ചെയ്യുന്നുവോ അപ്പോൾ അവൻ്റെ പെരുവിരലിനാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന ഭൂമി ഒരു കാലിൽ ഈ എന്താണെന്നാ പറയുക, ഭൂമി ഒരു കുട്ടി ഒരു കാലിൽ നിന്ന് തപസ് ചെയ്യുമ്പോൾ ഈ മനസ്സിലെ ഭഗവന്മയമായിട്ട് സമഷ്ടി ചൈതന്യത്തിനെ ധരിച്ചപ്പോൾ ഭൂമി ദേവിക്ക് താങ്ങാൻ സാധിച്ചില്ല എന്നാണ് പറഞ്ഞത്. ആലോചിച്ച് നോക്കണം. ഇതിൻ്റെ അർത്ഥം അറിയുമ്പോഴാണ് ഇതിൻ്റെ രസം അറിയുള്ളൂ. അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ ജഗപോഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെരുവിരലിനാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഭൂമിനെ ആക്രമിച്ചു എന്നാണ് പറഞ്ഞത്. ഭൂമി അവിടെ പകുതി താണു. മഹാനായ ഗജത്താൽ അധിവസിക്കപ്പെട്ടിരിക്കുന്ന തോണി പദന്തോറും ഇടത്തും വലത്തും എന്ന പോലെ എന്ന് പറഞ്ഞാ, ഒരാന കാലെടുത്ത് വെച്ചാൽ തോണി ഒന്നും അലയും. മനുഷ്യന്മാരെന്നെ വള്ളത്ത് കയറാൻ പരിചയം വേണമെന്ന, വള്ളം എന്നാ പറയുക തോണിക്ക്. വള്ളത്ത് കയറാൻ വക്കത്ത് ചവിട്ടരുത്. എവിടെ ചവിട്ടാം? കാലെടുത്ത് അതിൻ്റെ എന്താണെന്നാ പറയുക, പ്രതലത്തിൽ ചവിട്ടണം. അല്ലെങ്കിൽ ഇത് അളകും, പിന്നെ തുണി അളകും, മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാവും. അതിൻ്റെ ഭാവാർത്ഥം ഒന്ന് കേൾക്കുക. സർവാധിഷ്ഠാനമായ അക്ഷരബ്രഹ്മത്തെ ഹൃദയാന്തർഭാഗത്തിൽ വഹിച്ചിരിക്കുന്ന രാജകുമാരൻ ഏകപാദത്താൽ ഭൂസ്പർശം ചെയ്തു നിൽക്കുന്ന സമയം അവൻ്റെ പാദാങ്കുഷ്ടസ്പർശത്തെ വഹിപ്പാൻ അസമർത്ഥയായി ഭവിച്ച ഭൂമിയുടെ അർദ്ധാംശം താണുപോയി. മഹാശരീരമുള്ള ഗജത്തെ കയറ്റിയിരിക്കുന്ന ഒരു തോണി ഗജചലനത്തിനനുസരിച്ച് ഇടത്തും വലത്തും ചലിക്കുന്നത് പോലെ ആധാരത്തേക്കാൾ ആധേയത്തിന് ഘനമുണ്ടായി വരുമ്പോൾ ആധാരം ചലിക്കുന്നതായ ദൃഷ്ടാന്തത്തെ കൊണ്ട്, ആധേയം തോണി അല്ലേ, അതിൽ ആന കയറുമ്പോഴാണ് അത് അസ്ഥിരപ്പെടുന്നത്. അതേമാതിരി എല്ലാറ്റിൻ്റെയും ബേസായിരിക്കുന്ന ഭൂമി ദേവിക്ക് കൂടി പ്രകമ്പനം കൊണ്ടുവന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊക്കെ ആധാരം ഭൂമിയാണ്. അപ്പോൾ അതൊന്നും കൂടി പറയാം, വായിക്കാം, എന്നാലേ ശരിയുള്ളൂ. മഹാത് ശരീരമുള്ള ഗജത്തെ കയറ്റിയിരിക്കുന്ന ഒരു തോണി ഗജചലനത്തെ അനുസരിച്ച് ഇടത്തും വലത്തും ചലിക്കുന്നത് പോലെ ആധാരത്തേക്കാൾ ആധേയത്തിന് ഘനമുണ്ടായി വരുമ്പോൾ ആധാരം ചലിക്കുന്നതായ ദൃഷ്ടാന്തത്തെ കൊണ്ട് സർവത്തെയും വഹിക്കുന്ന ഭൂമിയേക്കാൾ ഘനതരനായിരിക്കുന്നു ഇപ്പോൾ ധ്രുവൻ. അതിന് കാരണം അഖില ബ്രഹ്മാണ്ടങ്ങൾക്കും കാരണമായിരിക്കുന്ന അക്ഷരബ്രഹ്മം മൂർത്തിമത്തായിട്ട് ധ്രുവ ഹൃദയാന്തർഭാഗത്തിൽ വസിക്കുന്നുവെന്ന് സ്പഷ്ടമാക്കിയിരിക്കുന്നു. ഇതിനൊക്കെ ഈ ധ്രുവചരിതമൊക്കെ പ്രഹ്ലാദചരിതം എല്ലാ ചരിതം ഇങ്ങനെ പറയണം, അറിഞ്ഞ് പറയണം. അതിനാണ്
മെനക്കെട്ടിരുന്ന് പറയണത് എന്തിനു വേണ്ടിയിട്ട്? ഈശ്വരൻ എനിക്ക് തന്ന ജീവിതം അർത്ഥവത്താക്കി തീർക്കാൻ ഞാൻ ശ്രമിക്കണമെന്ന് മാത്രം, അല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല. മനസ്സിലായില്ലേ? അടുത്ത ശ്ലോകം 80. തസ്മിൻ അഭിധ്യായതി വിശ്വമാത്മനോ ദ്വാരം നിരുദ്ധ്യാസമനന്യയാ ധിയാ ലോകാനിരുശ്വാസനിപീഡിതാഭൃശം സലോകപാല ശരണം യയുർഹരിം. ഭൂമിയിലുള്ള ജീവരാശികൾക്ക് പ്രാണനിരോധം വന്നു. അപ്പോൾ അഷ്ടദിക്പാലകന്മാർ ശ്രീമൻ നാരായണനെ ഉണർത്തിച്ചു. ഇതാണ് കാര്യം. ആത്മാവിൻ്റെ സഞ്ചാരമാർഗമായിരിക്കുന്ന പ്രാണൻ മുഖാന്തരാണ് ആത്മാവ് ശരീരാന്തർഗതനാവുന്നത്. ആ പ്രാണനിൽ കൂടെയാണ് ആത്മാവ് പോണത്. അപ്പോൾ പ്രാണൻ പോയി എന്ന് പറഞ്ഞാൽ പ്രാണനിൽ കൂടെ ചൈതന്യം പോയി എന്നാണ്. അപ്പോൾ സഞ്ചാരമാർഗമായിരിക്കുന്ന പ്രാണനെ അടക്കിയിട്ട് അഭേദഭാവനയോടുകൂടെ, അഭേദഭാവന വിശ്വരൂപത്തെ അവൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകപാലന്മാരോട് കൂടിയ ലോകങ്ങൾ ഏറ്റവും ശ്വാസനിരോധത്താൽ ദുഃഖിതന്മാരായിട്ട് ഹരിയെ ശരണം പ്രാപിച്ചു എന്ന ഒരു കുട്ടി കാരണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം: സർവാധാരമായിരിക്കുന്ന അക്ഷരബ്രഹ്മവും താനും ഒന്ന് തന്നെ. ബ്രഹ്മവും നമ്മൾ ഒന്നാണെന്നുള്ളൊരു കാഴ്ച വേണം ധനുഷയിലെ. അങ്ങനെ വരുമ്പോൾ പ്രധാന പ്രതിഷ്ഠ ഏത്, ഉപപ്രതിഷ്ഠ ഏത് എന്നുള്ളത് തന്ത്രി മുഖ്യൻ തീരുമാനിക്കുന്ന പോലെ എന്നാണെന്ന് ഒരാൾ എന്നോട് പറഞ്ഞത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ സബ്ജക്റ്റ് എന്താ? ഭേദഭാവന പാടില്ല എന്ന്. അത് മൂർത്തികൾക്കും ബാധകമാണ്. അപ്പം നമ്മൾ ഒരാളേനെ എങ്ങനെയാ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുള്ള സ്ഥലത്ത് ശ്രീകൃഷ്ണ പ്രതിഷ്ഠ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരെ. ശ്രീകൃഷ്ണൻ ഉപപ്രതിഷ്ഠയാണെന്ന് പറയാൻ പാടില്ല എന്നാണ് എൻ്റെ തത്വമുള്ളൂ. വേറെ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ പറഞ്ഞു ഭിന്നമല്ല എന്നുള്ള അഭേദഭാവത്തോടുകൂടെ പ്രാണചലനത്തിനുള്ള മാർഗത്തെ, നാസ്വാധാരത്തെ നിരോധിച്ചും കൊണ്ട് ധ്രുവൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രാദിലോകപാലന്മാരോടുകൂടിയ സർവരും ഉച്ഛ്വാസ നിശ്വാസത്തിന് തടസ്സം നേരിട്ടത് കൊണ്ടുള്ള ദുഃഖം സഹിക്കാത്തവരായിട്ട് സർവസന്താപങ്ങളെ തീർത്ത് സംരക്ഷിക്കുന്ന വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. അപ്പം ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ബ്രഹ്മസ്വരൂപമായിട്ട് ഇരിക്കണത്, ചൈതന്യവത്തായിട്ട് ഇരിക്കണമെന്ന് നമ്മൾ മറക്കാനും പാടില്ല. ദേവാഊജുഹു, ദേവന്മാർ ഭഗവാനോട് റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണ്, അപ്പീൽ കൊടുക്കുകയാണ്. 81-ാമത്തെ ശ്ലോകം. നൈവം വിദാമോ ഭഗവൻ പ്രാണരോധം ചരാചരസ്യാഖില സത്വധാംന വിദേഹി തന്നോ വൃജിനാദ് വിമോക്ഷം പ്രാപ്താ വയം ത്വാം ശരണം ശരണ്യം. അല്ലയോ ഭഗവൻ, ചരവും അചരവുമായിരിക്കുന്ന സമസ്ത പ്രാണി സമൂഹത്തിനും ഇപ്രകാരമുള്ള പ്രാണനിരോധത്തെ ഞങ്ങൾ അറിയുന്നില്ല. ദുഃഖത്തിൽ നിന്ന് വിമോചനത്തെ ഞങ്ങൾക്ക് നൽകണം. ശരണാർഹനായ അങ്ങയെ ഞങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഇതാണ് വാക്കാർത്ഥം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ ഭാവാർത്ഥം വളരെ സിമ്പിളായിട്ടാണ് പറയണത്. ദേവന്മാർ പറഞ്ഞു, ഹേ ഭഗവൻ, ഇപ്രകാരം ചരാചര പ്രാണിവർഗത്തിനും ഒരേ സമയത്തിൽ പ്രാണനിരോധമുണ്ടായതായിട്ട് ഞങ്ങൾ അറിയുന്നില്ല. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഈ ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. ശരണാർഹനായ നിന്തുരുവടിയെ ഞങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതിലെ അവസാനത്തെ ശ്ലോകം 82. ശ്രീ ഭഗവാനുവാച. എന്താ?
മാ ഭൈഷ്ടബാലം തപസോ ദുരത്യയാ നിവർത്തയിഷ്യേ പ്രതിയാത സ്വധാമ യദോ ഹിവ പ്രാണനിരോധ ആസീത് ഔത്താനപാതിർമയി സംഗതാത്മാ. കാര്യക്കൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു. ഉത്താനപാദ മഹാരാജാവിൻ്റെ മകൻ അച്ഛൻ്റെ അംഗത്തിൽ കയറിയിരിക്കാൻ സാധിക്കാത്ത ദുഃഖനിവൃത്തിക്ക് വേണ്ടി എന്നെ ആശ്രയിച്ചിരിക്കണു. ഞാനിതാ പോവുകയായി, വേണ്ടതൊക്കെ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ വാക്കാർത്ഥം പറയണു, നിങ്ങൾ ഭയപ്പെടേണ്ട. ദേവന്മാരോട് പറയാം, നിങ്ങൾ ഭയപ്പെടേണ്ട നമ്മളോട്. എന്നിട്ടും നമ്മൾക്ക് ഭയം ജാസ്തിയാണ്. ഭയപ്പെടേണ്ട, സ്വസ്ഥാനം പ്രാപിക്കുവിൻ. ഉത്താനപാദസുതൻ എന്നിൽ സമ്യക്കാകും വണ്ണം സമഭാവനയോടുകൂടി യോജിപ്പിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവനായിരിക്കുന്നു. യാതൊരു കാരണത്താൽ നിങ്ങളുടെ പ്രാണന് തടസ്സം ഉണ്ടായി ബാലനെ അതിക്രമിച്ചുകൂടാത്തതായ തപസ്സിൽ നിന്ന് ഞാൻ നിവർത്തിപ്പിക്കുന്നുണ്ട് എന്നാണ്. ഞാൻ ശരിക്ക് പോകാൻ തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? ശ്രീ ഭഗവാൻ അരുളി ചെയ്തു, നിങ്ങൾ ഭയപ്പെടേണ്ട, സ്വസ്ഥാനത്തേക്ക് പോകുവൻ. ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രൻ സമസ്ത ആത്മാവായിരിക്കുന്ന എന്നിൽ. ഭഗവാൻ ആരാ? സമസ്ത ആത്മാവ. ഐക്യം പ്രാപിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവനായിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രാണചലനത്തിന് തടസ്സം സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പ്രസാദിക്കണമെന്ന് അവൻ്റെ സങ്കല്പം. ഭഗവാൻ പ്രസാദിക്കാൻ വേണ്ടിയിട്ടാണ്, ഹയ്യസ്റ്റ് പൊസിഷൻ കിട്ടാനല്ല, അവിടെയാണ്. എന്നാൽ മാത്രമേ തപസ് മതിയാക്കുകയുള്ളൂ. അതിനാൽ ഞാൻ ആ ബാലനെ തപസ്സിൽ നിന്ന് നിവർത്തിപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രാണനിരോധം തീരും എന്നാണ് പറഞ്ഞത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ അർത്ഥപ്രകരണേ സാധന നിരൂപണം നാമ അഷ്ടമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് 17/6/25 ട്യൂസ്ഡേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടുത്ത അധ്യായത്തിലേക്ക് പോവാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 9-ാം അധ്യായം. മൈത്രേയ ഉവാച. ശ്ലോകം 1. തയേവം ഉത്സന്നഭയാ ഉരുക്രമേ കൃതാവനാമാ പ്രയയുസ്ത്രിവിഷ്ടപം സഹസ്രശീർഷാപിതോ ഗരുത്മതാ മധോർവനം ഭൃത്യദൃക്ഷയാഗതാ. തൻ്റെ എന്താണെന്നാ പറയുക, അതെ, മധുവനത്തിൽ തന്നെ സങ്കല്പിച്ചുകൊണ്ട് തപസ് ചെയ്യുന്ന ഉത്താനപാദ മഹാരാജാവിൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടി ഗരുഡോപരി ആര് പോയി? ഭഗവാൻ യാത്രയായിന്നാണ് പറഞ്ഞത്. ഇപ്രകാരം നശിച്ചിരിക്കുന്ന ഭയത്തോടു കൂടിയ ഭഗവാൻ ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ നശിച്ചിരിക്കുന്ന ഭയത്തോടു കൂടിയ അവർ ഭഗവാനിൽ ചെയ്യപ്പെട്ട നമസ്കാരത്തോടു കൂടിയവരായിട്ട്. അപ്പോൾ ഭഗവാനിൽ ഭയം ഇല്ലാതെ കണ്ട് നമസ്കരിക്കണം. അതായത് സന്തോഷാശ്രുക്കൾ കൊഴിച്ചിട്ട് വേണം ഭഗവാൻ പാദാരവിന്ദത്തിൽ നമസ്കരിക്കാൻ. സങ്കടപ്പെട്ടിട്ടാവരുത്. അപ്പോൾ സ്വർഗത്തെ പ്രാപിച്ചു ആരെ? ദേവന്മാരെ. ഭഗവാനും അനന്തരം ഗരുഡനോടുകൂടെ മധുവനത്തെ ഭൃത്യനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ, ഭഗവാന് ഭൃത്യനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ പ്രാപിച്ചു എന്നാണ് അതിൻ്റെ ഭാവാർത്ഥം. മൈത്രേയർ ആരോട് പറയുന്നു? വിതുരനോട് പറയുന്നു, ഭഗവാൻ അരുളി ചെയ്തത് കേട്ടതിനാൽ ഇന്ദ്രാദി ലോകപാലന്മാരുടെ ഭയം നീങ്ങി. ഈ ഭയം നീങ്ങണമെങ്കിൽ എന്ത് വേണം? ഭാഗവതം പഠിക്കണം. വായിക്കാൻ പഠിക്കല്ല, അർത്ഥം പഠിക്കണം. കൃഷ്ണനും രാമനും രാമകൃഷ്ണ ഗോവിന്ദ എന്ന് പറയുമ്പോൾ ആ രാമൻ്റെയും കൃഷ്ണൻ്റെയും ഉദാത്തമായ ശക്തിയുടെ സ്രോതസ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ മതി. അപ്പോൾ പിന്നെ നമ്മുടെ സങ്കടങ്ങളോ പ്രശ്നമൊന്നും
പരിഹരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. വളരെ സിമ്പിളാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ, അതാണ്. അപ്പോൾ പ്രശ്നമുള്ള ആൾ, പ്രശ്നമില്ലാത്തൊരാൾക്കല്ലേ പ്രശ്നമുള്ള ഒരാളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ മനുഷ്യന്മാരെ നമ്പിയിട്ട് കാര്യമില്ല. അച്യുതനെ, ച്യുതിരഹിതനായിരിക്കുന്ന അമൃതാവസ്ഥയിലിരിക്കുന്ന ഓം അമൃതായ നമ, ഭഗവാൻ അമൃതാവസ്ഥയിലാണ് എപ്പോഴും. അപ്പോൾ പറഞ്ഞു, പ്രത്യക്ഷനായ ഭഗവാനിൽ നിന്ന് വരം സിദ്ധിച്ച ബാലൻ പിതൃസന്നിധിയിൽ വന്ന് സ്വവൃത്താന്തം പറയുന്നുവെന്നാണ് ഈ അധ്യായത്തിൻ്റെ കഥാസാരം. അവിടേക്ക് എത്തിയില്ല, അവിടെയാണ് അത്രയും വരുന്നത്. അതാണ് ഈ അധ്യായത്തിലത്തെ വിവരണങ്ങൾ. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകം, സവൈദ്യായോഗ വിഭാഗ തീവ്രയാ ഹൃത്പത്മകോശേ സ്ഫുരിതം തടിത്പ്രഭം. ഹൃത്പത്മകോശേ സ്ഫുരിച്ചു എന്നാണ് പറഞ്ഞത്. തിരോഹിതം സഹസൈവോപലക്ഷ്യ ബഹിസ്ഥിതം തദവസ്ഥം ദദർശാം. യോഗത്തിൻ്റെ പരിഭാഗം കൊണ്ട് തീവ്രമായിരിക്കുന്ന ബുദ്ധിയോടുകൂടിയ അവൻ മിന്നൽ പ്രഭയോടുകൂടിയവനും, ആര്? ഭഗവാൻ, ഹൃദയകമലത്തിൽ പ്രകാശിച്ചവനുമായ ഭഗവാനെ മറഞ്ഞവനായിട്ട്, അതായത് കാണാതെയുണ്ടായി, പെട്ടെന്ന് കണ്ടിട്ട്, ഇതുവരെ കണ്ടില്ലല്ലോ, പെട്ടെന്ന് കണ്ടപ്പോൾ ആ അവസ്ഥയോടുകൂടിയവനും പുറമേ നിൽക്കുന്നവനായിട്ട് കണ്ടു എന്നാ. തൻ്റെ മനസ്സിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള കൺസെപ്ച്വൽ വാല്യൂ എങ്ങനെയാണോ അതേപോലെ പുറത്ത് കണ്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഭഗവാൻ. എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, പ്രാണായാമാദികളുടെ അഭ്യാസബലത്താൽ നിശ്ചലയായ ബുദ്ധി കൊണ്ട് ഹൃദയകമലത്തിൽ മിന്നൽ പിണരുന്ന പോലെ വിളങ്ങുന്ന ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ധ്രുവൻ പെട്ടെന്ന് ആ രൂപത്തെ കാണാതായപ്പോൾ കൺമിഴിച്ചു പുറമേ നോക്കി. ഹൃദയത്തിൽ കണ്ടിരുന്ന ആകൃതിയിൽ തന്നെ ഭഗവത് രൂപത്തെ പുറമേ നിൽക്കുന്നതായി കണ്ടു എന്നാണ്. മൂന്നാമത്തെ ശ്ലോകം, തദ്ദർശനേനാഗതസാധ്വസക്ഷിതാവന്തദാംഗം വിനമയ്യ ദണ്ഡവത് ദൃഗ്ഭ്യാം പ്രപശ്യൻ പ്രബിബന്നിവാർഭക ചുംബന്നിവാസ്യേന ഭുജൈരിവാശ്ലിഷൻ. ഭഗവാന്റെ ദർശന നിമിത്തം ഉണ്ടായിരിക്കുന്ന സംഭ്രമത്തോടു കൂടിയവനായിട്ട് ഭൂമിയിൽ ശരീരത്തെ ദണ്ഡം പോലെ നമിപ്പിച്ചിട്ട്, 5 വയസ്സായ കുട്ടി ഭൂമിയിൽ വെട്ടിട്ട വാഴ പോലെ വീണ് നമസ്കരിച്ചു എന്നാണ്. നമ്മൾക്ക് എന്തുകൊണ്ട് പറ്റില്ല? പറ്റണം, പറ്റിയിരിക്കണം. അപ്പോൾ നമിപ്പിച്ചിട്ട് വന്നിച്ചു. നേത്രങ്ങളാൽ പാനം ചെയ്യുന്നവനോ എന്ന് തോന്നുമാറ് പ്രകർഷേണ നോക്കുന്നവനും മുഖം കൊണ്ട് ചുംബിക്കുന്നവനോ എന്ന് തോന്നുമാറും കൈകളാൽ ആലിംഗനം ചെയ്യുന്നവനോ എന്ന് തോന്നുമാറും ബാലൻ കാണപ്പെട്ടു. ഭഗവാൻ ഒരേ സമയത്ത് ധ്രുവനെ ആലിംഗനം ചെയ്യുന്നുണ്ടോ, ചുംബിക്കുന്നുണ്ടോ, തലയിൽ കയ്യ വയ്ക്കുന്നുണ്ടോ, തഴുകുന്നുണ്ടോ എന്നൊക്കെ തോന്നി. ആ കണ്ണുകൊണ്ട് ഭഗവാൻ ഒഴിഞ്ഞപ്പോൾ തന്നെ സ്പർശനസുഖം കിട്ടിയതാണ്. ഇറ്റ് ഈസ് സംതിങ് മാർവലസ് ബിയോണ്ട് ദി വേർഡ്സ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥ. ബാലകനായ ധ്രുവൻ ഭഗവാന്റെ അലൗകിക സ്വരൂപ അതിശയത്തെ കണ്ടുകൊണ്ട് വല്ലാത്ത സംഭ്രമമുള്ളവനായി ഭവിച്ചു. ദണ്ഡം പോലെ ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. നേത്രങ്ങളാൽ ആ രൂപത്തെ പാനം ചെയ്യുന്നുവോ, മുഖത്താൽ ചുംബിക്കുന്നുവോ, കൈകളാൽ ആലിംഗനം ചെയ്യുന്നുവോ എന്ന് തോന്നുമാറ് ഭഗവാന്റെ രൂപത്തെ സംഭ്രമത്തോടുകൂടെ നോക്കി വന്നിച്ചു എന്നാ. ഇനി 4-ാമത്തെ ശ്ലോകം, സതം വിവക്ഷന്തമദ്വിദം ഹരിർ ജ്ഞാത്വാസ്യ സർവസ്യ ച ഹൃദ്യവസ്ഥിത
കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുന പസ്പർശബാലം കൃപയാ കപോലേ. എന്താ അതിനർത്ഥം പറയാം? ഇവൻ്റെയും ആരുടെ, ഈ ധ്രുവൻ്റെ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന, ഇന്നവരെന്നില്ല, സർവത്ര ആൾക്കാരുടെയും ഹൃദയത്തിലാണ് വസിക്കുന്നത്. എന്തുകൊണ്ട് സപ്താഹത്തിൽ ഇതിൻ്റെ അർത്ഥം അവർ പറയണില്ല? ഇത് പറഞ്ഞാൽ കഴിഞ്ഞു, ഇനഫ്. 7 ദിവസം കൊണ്ട് ആൾക്കാർക്ക് മോക്ഷം കിട്ടി. എങ്ങനെയെങ്കിലും അവർ ഗോപാലൻ നായർ അദ്ദേഹത്തിൻ്റെ ആഖ്യാനം വാങ്ങാതെ ഇരിക്കില്ല. ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെയാണ് നമുക്ക് പരാജയം വരുന്നത്. അപ്പോൾ ആ ഭഗവാൻ അവനെ സ്തുതിപ്പാനിച്ഛിക്കുന്നവനും അതിനറിവില്ലാത്തവനുമായിട്ട് വേദസ്വരൂപമായ ശംഖ് കൊണ്ട് അഞ്ജലി ബന്ധം ചെയ്തു നിൽക്കുന്ന ബാലനെ ഖണ്ഡസ്ഥലത്തിൽ കരുണയോടുകൂടെ സ്പർശിച്ചു. ഭഗവാന്റെ കയ്യിലുള്ള ശംഖ് ഖണ്ഡത്തിൽ വേറെ ചില ടെസ്റ്റിൽ കവിളിൽ സ്പർശിച്ചു എന്ന്. കവിളിൽ സ്പർശിച്ചാൽ എങ്ങനെ ശബ്ദം വരിക? ഖണ്ഡത്തിൽ തന്നെ വരണം. അവിടെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചിലവർക്ക് തെറ്റുപറ്റും. അതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? ധ്രുവനിൽ ഭഗവാൻ പ്രദർശിപ്പിച്ചതായ കാരുണ്യത്തെ കാണിക്കുന്നു. ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് കീർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും, നോക്കൂ, പറഞ്ഞോ ഇല്ല, പക്ഷെ ആർക്കറിയാം? ഭഗവാൻ അറിയാം. എങ്ങനെ അറിയാം? ധ്രുവൻ്റെ ഉള്ളിൽ ഭഗവാൻ തന്നെ അവിടെയാണ്. അപ്പോൾ കീർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും ബാല്യം നിമിത്തം ഗുണങ്ങളുടെ അറിവില്ലാത്തത് കൊണ്ട് വിഷാദിക്കുന്നുവെന്ന് സകല പ്രാണികളുടെയും ധ്രുവൻ്റെയും ഹൃദയകമലത്തിൽ വസിക്കുന്ന ഭഗവാൻ അറിഞ്ഞു. അഞ്ജലി ബന്ധം ചെയ്തുകൊണ്ട് മുൻഭാഗത്ത് നിൽക്കുന്ന ബാലകനെ കരുണയോടെ വേദസ്വരൂപമായ ശംഖത്താൽ കവിൾത്തടത്തിൽ സ്പർശിച്ചു. കേട്ടോ, വാക്കുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോണത് അവിടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഖണ്ഡത്തിൽ ആണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ആദ്യത്തേത് ഖണ്ഡസ്ഥലത്തിൽ കപോലെ, ഖണ്ഡല്ല കേട്ടോ, ഖണ്ഡസ്ഥലം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കവിള് തന്നെയാണ് അർത്ഥം പറയാം. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം. ഇപ്പം ഞാൻ ഉച്ചരിച്ചത് ഖണ്ഡം എന്നല്ല, വാക്കെന്താ? ഖണ്ഡസ്ഥലേ. അപ്പോൾ കവിൾ തന്നെയാണ്. ഇങ്ങനെയാണ് ഈ അറിവ് ഏറും കുറയും ചെയ്യുമ്പോഴത്തെ പ്രശ്നം. 5ാമത്തെ ശ്ലോകത്തോടു കൂടി നമുക്ക് നിർത്താം. സവൈ തദൈവ പ്രതിപാദിതാം ഗിരം ദേവീം പരിജ്ഞാത പരാത്മനിർണയാം തം ഭക്തിഭാവോ അഭ്യഗൃണാത സത്വരം പരിശ്രുതോരുസ്രവസം ധ്രുവക്ഷിതി. ഇതാണ് ശ്ലോകം. അതിന് വാക്കാർത്ഥം പറഞ്ഞത്, അപ്പോൾ തന്നെ സ്വാധീനനായി തീർന്നിരിക്കുന്ന ദേവനെ സംബന്ധിച്ചിരിക്കുന്ന വാക്കിനെ ആശ്രയിച്ചിട്ട് വേണ്ടതുപോലെ അറിയപ്പെട്ടിരിക്കുന്ന പരമാത്മാവിൻ്റെ നിശ്ചയത്തോടു കൂടിയവനായിട്ട് ഭക്തിയെ പ്രകാശിപ്പിക്കുന്ന ഭാവത്തോടും ധ്രുവം എന്ന് പറയുന്ന വാസസ്ഥാനത്തോടും കൂടിയവനായിട്ട് അവൻ നന്നായി കേൾക്കപ്പെട്ടിരിക്കുന്ന മഹാകീർത്തിയോട് കൂടിയിരിക്കുന്ന ആ ഭഗവാനെക്കുറിച്ച് സാവധാനത്തോടു കൂടും വണ്ണം സ്തുതിച്ചു. സാവധാനത്തോടു കൂടിയിട്ട് സ്തുതിച്ചു. എങ്ങനെ? ശംഖത്താൽ ഭഗവാൻ സ്പർശിച്ച ഉടനെ തത്വത്തെ വെളിപ്പെടുത്തുകയാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. തത്വത്തെ വെളിപ്പെടുത്തുന്നതായ വാഗ്വിശേഷം ധ്രുവന് അധീനമായി ഭവിച്ചു. അതായത് ധ്രുവൻ്റെ ഇൻബിൽറ്റ് ഇതായിട്ട് മാറി. ഭഗവത് അനുഗ്രഹത്താൽ പ്രസന്നനായ വാഗ്ദേവതയെ ധ്രുവൻ ആശ്രയിച്ചപ്പോൾ പരമാത്മാവായ ഭഗവാന്റെ തത്വം ഹൃദയത്തിൽ സ്ഫുരിച്ചു. എവിടെ സ്ഫുരിച്ചത്? ഹൃദയത്തിൽ. എങ്ങും വ്യാപിച്ചിരിക്കുന്ന മഹാകീർത്തിയോടുകൂടിയിരിക്കുന്ന ആ ശ്രീഹരിയെക്കുറിച്ചുള്ള ഭക്തിയെ പ്രകാശിപ്പിക്കുന്ന മുഖഭാവാദി വികാരങ്ങളോടുകൂടെ മുഖഭാവവികാരങ്ങളോട് കൂടെ ധ്രുവം എന്നു പേരോടുകൂടിയ സ്ഥാനത്തിൽ
ധ്രുവം എന്ന് പേരോടുകൂടിയ സ്ഥാനത്തിൽ വസിപ്പാൻ പോകുന്ന ധ്രുവൻ സാവധാന ചിത്തനായിട്ട് സ്വസ്ത്രം ചെയ്തു എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന് കൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.